നമ്മുടെ കഴിഞ്ഞ ജബൽഹത്ത് യാത്രാ എക്സ്പീരിയൻസിന് ശേഷം മസ്കറ്റിലെ ഈ കഠിനമായ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഞങ്ങൾ ഒരു കിടിലൻ യാത്ര പ്ലാൻ ചെയ്തു. 2 വണ്ടികളിലായി 3 ഫാമിലികളാണ് ഞങ്ങൾ ഈ യാത്രയിലുള്ളത്. ഈ യാത്ര മറ്റൊരു അനുഭവമാകാൻ അവിടെ താമസിക്കുകയാണ് ഇന്നത്തെ ലക്ഷ്യം. അതിനായി ഞങ്ങൾ ടെന്റിങ്ങിന് ആവശ്യമായ സാധനങ്ങളും ഭക്ഷണവും എല്ലാം വണ്ടിയിൽ കരുതിയിട്ടുണ്ട്. മനോഹരമായ മലനിരകൾ താണ്ടി ഞങ്ങൾ ജബൽ അക്തർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. വൈകുന്നേരം സൂര്യാസ്തമയ സമയത്താണ് ഞങ്ങൾ ജബൽ അക്തർ മലനിരകളിൽ എത്തിയത്. ചെറിയ കുന്നുകൾക്കിടയിൽ നല്ലൊരു വിശാലമായ സ്ഥലം നോക്കി ഞങ്ങൾ വണ്ടി നിർത്തി. അവിടെ നിന്നും വളരെ മനോഹരമായ സൂര്യാസ്തമയ കാഴ്ചകൾ ഞങ്ങൾ ആസ്വദിച്ചു. എത്ര മനോഹരമായ കാഴ്ച! അതൊക്കെ ക്യാമറയിൽ പകർത്തി. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഒപ്പം നല്ല തണുപ്പും കൂടി വന്നു. ഒട്ടും സമയം കളയാതെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പെട്ടെന്ന് തന്നെ ടെന്റുകൾ സെറ്റ് ചെയ്തു. അസഹ്യമായ തണുപ്പ് കാരണം ഞങ്ങൾ ചുറ്റുമുള്ള ഉണക്കക്കമ്പുകൾ ശേഖരിച്ച് തീ കൂട്ടി. അതിനിടയിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണവും തയ്യാറാക്കി. ചിക്കൻ കറിയും നെയ്ച്ചോറുമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. തണുപ്പത്ത് നല്ല ചൂട് ഭക്ഷണവും കഴിച്ച് ചുറ്റും കൂടിയിരുന്ന് കുറച്ചുനേരം കാർഡ്സ് കളിച്ച് ഞങ്ങൾ ടെൻറ്റിൽ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റു. അവിടുത്തെ മനോഹരമായ സൂര്യോദയവും മഞ്ഞും കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. വെയിൽ വന്നതോടെ തണുപ്പിന് ചെറിയൊരു ശമനം കിട്ടി. അവിടെ വെച്ച് തന്നെ ചെറിയൊരു പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പിന്നീട് ഞങ്ങൾ പോയത് നല്ല ഫ്രഷ് ഉറുമാൻ പഴവും ഒലീവും ഒക്കെയുള്ള ഒരു ഫാമിലേക്കാണ്. മരങ്ങളിൽ നിറയെ പഴങ്ങൾ തൂങ്ങി നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. അതിനുശേഷം ഒമാന്റെ പഴയകാല പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു മ്യൂസിയം പോലെ സജ്ജീകരിച്ചിട്ടുള്ള ബൈത്ത് അസറഹ് എന്ന പഴയൊരു റോസ് വാട്ടർ ഫാക്ടറി ഞങ്ങൾ സന്ദർശിച്ചു. ഒമാൻകാരുടെ പഴയകാല ജീവിത രീതികൾ കാണിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു. കാഴ്ചകളെല്ലാം കണ്ട് മസ്കറ്റിലേക്ക് മടങ്ങുന്ന വഴി പഞ്ചയിലുള്ള അറബ് വേൾഡ് റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ സ്പെഷ്യൽ മന്തിയും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ കൊടും ചൂടിനിടയിൽ നല്ല തണുപ്പുള്ള ഓർമ്മകൾ സമ്മാനിച്ച ജബൽ അക്തർ യാത്ര അവസാനിച്ചു. താങ്ക് യു.